പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് പെൺമക്കളെ ലാളിക്കാം, താലോലിക്കാം, അവരെ എല്ലാ നിർബന്ധത്തിനും നമ്മൾ കൂട്ടുവെക്കാൻ പാടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ കഥയുടെ സാരാംശം അതാണ്. എന്നിരുന്നാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ കഥകളൊന്നും വലിയ സീരിയസ് ആയിട്ട് നിങ്ങൾ കാണരുത്. ചിലപ്പോൾ അതൊക്കെ നടന്നതാവാം, ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കാം. അത് വിട്ടുകളെ കേസ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുന്ദരിയാണ്, നല്ല ജോലിയുണ്ട്. അപ്പോൾ ഇവൾ കാണിച്ച ഒരു പ്രേമമില്ല. ഇവളുടെ വിചാരം എന്ന് വെച്ചാൽ കല്യാണം കഴിക്കുന്ന ആളെ മാത്രം സ്നേഹിക്കുക, അങ്ങനെ ജീവിക്കുക. അതാണ് ഇവളുടെ ഏറ്റവും വലിയ അംബിഷൻ. അതുപോലെ തന്നെ ഏതെങ്കിലും പുരുഷനെ നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ അവനെ കൂടുതൽ അടുത്തറിയാനായിട്ട് അവരായിട്ട് അടുത്ത് ഇടപഴകുക, അവൻ്റെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കുക. അവൻ്റെ സ്വഭാവം മോശമായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ചീട്ട് കയറി കളയാലോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര എംബിഷനായിട്ട് ജീവിക്കുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ ഇവൾക്ക് അമ്മയും അച്ഛനും കല്യാണത്തിന് നിർബന്ധിച്ചു. അവസാനം ഗത്യന്തരില്ലാണ്ട് അമ്മയോടും അച്ഛനോടും പറഞ്ഞു, നിങ്ങൾ കല്യാണത്തിന് ചെക്കനെ അന്വേഷിച്ചു വന്നു. അപ്പോൾ നമുക്ക് മാട്രിമോണിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാട്രിമോണിയിൽ കൊടുക്കണം. മാട്രിമോണിയിൽ കൊടുക്കുമ്പോൾ പല ആൾക്കാരും വിളിക്കും. വിളിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 10-28 വയസ്സായിട്ടുള്ളൂ, 40 വയസ്സായുള്ള ആൾക്കാർ വിളിക്കും. അപ്പോൾ പറഞ്ഞവരൊക്കെ ഈ 40 വയസ്സ് 45 വയസ്സ് കാണാനും പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ അമ്മോട് എന്ന് പറയും, അമ്മ ഈ മാട്രിമോണിയിൽ കൊടുത്തു വരുന്ന ആലോചനകളൊന്നും ശരിയാവുന്നില്ല. കണ്ടില്ലേ, ഓരോരുത്തരും 40 വയസ്സ് 45 വയസ്സ് അവർക്കൊക്കെ എന്നെ കല്യാണം കഴിക്കുന്ന പറയണത്. അപ്പോൾ അമ്മ പറയും, മോള് സുന്ദരിയല്ലേ, നല്ല ജോലിയില്ലേ, അച്ഛനും അമ്മേരെയും കണ്ണല്ലേ, കരളല്ലേ, മോൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചാൽ മതി. മോള് നല്ല 40 വയസ്സ് 50 വയസ്സുള്ള കഴവന്മാരൊന്നും കഴിക്കേണ്ട കേട്ടാന്ന് പറഞ്ഞാൽ എല്ലാവരും തള്ളിവിടും. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ആലോചന വരണം. ഒരു അടിപൊളി സുന്ദരൻ, നമ്മുടെ മമ്മൂട്ടിയുടെ പോലെയൊക്കെ ഉള്ളൊരു സുന്ദരൻ, മമ്മൂട്ടിയുടെ ചെറുപ്പകാലത്തോട്ടാ, അങ്ങനെ പോലത്തെ ഒരു സുന്ദരനെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇയാളുടെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇയാളുടെ പേര് പ്രേം എന്നാണ്, ഇയാളുടെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് നിന്നെ വലിയ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രേമും വിളിച്ചിട്ട് പറഞ്ഞു, ഇവളുടെ നമ്പർ മേടിച്ചു. അങ്ങനെ പെണ്ണ് കാണാൻ വന്നപ്പോൾ 2 കൂട്ടർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ കല്യാണമൊക്കെ ഉറപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാൾ അടുത്തറിയണമല്ലോ, അതാണല്ലോ ഉള്ള കാര്യം. ഇയാൾക്ക് എന്തെല്ലാം പൊട്ട സ്വഭാവങ്ങളുണ്ട്, ഇവള് കണ്ട പെണ്ണുങ്ങളെ നോക്കുന്നത് ആളാണോ, അതൊക്കെ ഇവൻ്റെ കൂടെ നടന്നാലാണ് കാര്യങ്ങൾ അറിയുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പെണ്ണുങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ ഇവൾക്ക് അറിയാലോ ഇവൻ കോഴിയാണ്, ഇവൻ ഞരമ്പ് രോഗിയാണെന്ന് അറിയാലോ. അതുപോലെ തന്നെ ഇവന് മദ്യപാനം ഉണ്ടോ, അതുപോലെ തന്നെ ഇവന് സേട്ട് വലിയുണ്ടോ, ഇവനെന്താ ഹാബിറ്റുകൾ, ഇതൊക്കെ കൂടെ നടന്നാലേ അറിയുള്ളൂ. ഇവൾക്ക് പ്രേമം കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം. അപ്പോൾ ഇവൾ ഇവനോട് പറഞ്ഞു, നമുക്കൊന്ന് അടുത്ത് ഒന്ന് ഇടപഴകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ, ഞാനും വിചാരിച്ചിരിക്കുക ഒന്ന് അടുത്ത് ഇടപഴകണത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഉച്ചരിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്നു. ഇവനാച്ച മാന്യമായി പെരുമാറും, അവളെ വന്ന് ഇരുത്തണം, അതുപോലെ തന്നെ ഭക്ഷണം മേടിക്കണം, കുറേ കാര്യങ്ങൾ സംസാരിക്കണം, ഭാവി കാര്യങ്ങൾ സംസാരിക്കണം, കല്യാണ കാര്യങ്ങൾ സംസാരിക്കണം, എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. എന്തായാലും നിങ്ങളുടെ അച്ഛനമ്മേനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അപ്പോൾ ഇവള് പറയും, നിങ്ങളുടെ അച്ഛനമ്മേനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതങ്ങനെ പറയും. ഇവനൊരു ചേച്ചിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി അവരൊക്കെ കൂടിയിട്ട് ഒന്നുകൂടി വരും നിന്നെ കാണാനായിട്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ സംസാരങ്ങളും. അതുപോലെ തന്നെ ഒരുമിച്ച് സിനിമയ്ക്ക് പോയി. അപ്പോൾ എല്ലാം കൊണ്ടും ഇവന് ഫുൾ മാർക്ക് അവൾ കൊടുത്തത്. ഒരു കാര്യത്തിൽ പോലും ഇവന് ഒരു ഹാബിറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദോഷവശങ്ങളോ അതുപോലെ മദ്യപാനങ്ങളോ അല്ലെങ്കിൽ വല്ല പെണ്ണുങ്ങളെ നോക്കുന്ന പരിപാടികളോ ഒന്നുമില്ല. വളരെ ഡീസൻറ്റ് ജെൻറ്റിൽമാൻ. ഇവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവളെൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനോട് പറഞ്ഞു, എൻ്റെ പരീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഫുൾ മാർക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി അച്ഛൻ കല്യാണത്തിൻ്റെ കാര്യങ്ങൾക്ക് മൂവ് ചെയ്തോളൂ, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴാണ് ഇവൾ പച്ചക്കൊടി കാണിച്ചുള്ളൂ, അതുവരെ ഇവനെ അടുത്തറിയണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഇവനോട് ഇവള് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നമുക്ക് എവിടെ കാണാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞപ്പോൾ മതി, ഇന്ന് നമുക്ക് എൻ്റെ ഒരു കൂട്ടുകാരനൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ നിന്ന് ആരുമില്ല, നമുക്കൊന്ന് അവിടെ പോയി ഇന്ന് സുഖമായിട്ട് നമുക്കൊന്ന് അവിടെ ഇരുന്ന് സംസാരിക്കാം. നമുക്ക് ഈ ആൾക്കാരുടെ ഇടയിലൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സ് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു, ശരി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലൊക്കേഷൻ ഇട്ടോട്ട് കൊടുത്തു. അപ്പോൾ ഇവളങ്ങനെ ആ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്, വില്ലയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പം മാത്രമല്ലോ. അങ്ങനെ അവരോട് കുറേ വർത്താനം പറഞ്ഞിരുന്നു, കുറേ ഭക്ഷണങ്ങളൊക്കെ വെച്ച് കഴിച്ചു, ചിക്കൻ ഫ്രൈയും ബട്ടർ ഫ്രൈയൊക്കെ വെച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവൻ കയറി പിടിച്ചു. അപ്പോൾ ഇവള്
പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നാണ് ഇവൻ കയറി പിടിക്കും പരിപാടി ചെയ്യുന്നൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ആ അവിടേക്ക് ചെന്നത്. കാരണം വെച്ചാൽ ഇവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു, കല്യാണം നടക്കാൻ പോകണം, ഇപ്പം ഒന്ന് ബന്ധപ്പെടുന്നോണ്ട് ഇപ്പം എന്താ കുഴപ്പം, ഇനിയിപ്പോൾ ബന്ധപ്പെടുന്നോണ്ട് ഇവൾക്ക് കുഴപ്പമില്ല, അതൊരു ട്രെയിനിങ് ആയിട്ടിരിക്കട്ടെ. ഇനി കല്യാണം കഴിച്ചിട്ട് ഇവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ബന്ധപ്പെടാൻ പറ്റാത്ത ആളാണോ എന്താണോ നമുക്ക് അറിയുകയും ചെയ്യാമല്ലോ. എല്ലാം നമ്മുടെ പാമ്പൊക്കെ പത്തിയുള്ള പാമ്പാണോ കൊത്തണ പാമ്പാണോ നന്നായി കളിക്കാൻ പാമ്പാണോ നന്നായി മകുടി ഊതിയാൽ നന്നായി കളിക്കുകയോ അതൊക്കെ ഒന്ന് അറിയുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളും എല്ലാം സമ്മതിച്ചു. അങ്ങനെ അവരവിടെ പരിപാടിയും കഴിഞ്ഞു, എല്ലാം അടിപൊളിയായി കഴിഞ്ഞു. 1-2 ദിവസമൊക്കെ പോയി അവിടുത്തെ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവൻ്റെ ഫോൺ വരണം. ഫോൺ എന്നിട്ട് പറഞ്ഞു, അതേ എൻ്റെ ചേച്ചിക്ക് അത്യാവശ്യമായിട്ട് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, എനിക്ക് കുറച്ച് പൈസയുടെ ഒരു അത്യാവശ്യമുണ്ട്, എനിക്ക് അച്ഛനെ എൻ്റെ വേറെ ചില കാരണങ്ങൾ കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത് ഫ്രീസ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എത്ര കാശാണ് വേണ്ടത്, ഇത്ര കാശ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര കാശ് അവൾ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് അവൾ വിളിച്ചു, ഞാൻ ആശുപത്രിയിലേക്ക് വരട്ടെ ചേച്ചി പറഞ്ഞു. ഇപ്പോൾ വരണ്ട, ചേച്ചിനെ വന്നാൽ കാണാൻ പറ്റില്ല, ചേച്ചി ഐസിയുലാണ്, ചേച്ചിക്ക് ഓപ്പറേഷൻ വേണമെന്നാണ് പറയണത്, അപ്പോൾ അതുകൊണ്ട് വലിയ പൈസ ചിലവുള്ള ഈ ഓപ്പറേഷനാണ്, പക്ഷേ എൻ്റെ കയ്യിലാണെന്നുവെച്ചാൽ കാശുമില്ല, കാശൊക്കെ ഓരോ വഴിക്ക് നിൽക്ക് പോയിരിക്കണം, അതൊക്കെ കിട്ടാനുണ്ട് കാര്യമുണ്ട്. അപ്പോൾ പറഞ്ഞു ഒരു വിഷമം വിചാരിക്കണ്ട, എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ട്, അത് ഞാൻ വിറ്റിട്ട് ഞാൻ കാശ് അക്കൗണ്ടിൽ ഇട്ടോളാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗോൾഡൊക്കെ എടുത്ത് വിറ്റ് കാശ് അക്കൗണ്ടിൽ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു എനിക്ക് കുറച്ച് കാശ് കൂടി അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇനി പൈസ ഒന്നുമില്ല, ഉള്ളതൊക്കെ ഞാൻ തന്നില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക, നീ നിൻ്റെ അച്ഛനോട് ചോദിക്കി. അയ്യോ അച്ഛനോട് ഞാൻ ചോദിക്കില്ല, ഇപ്പോൾ അച്ഛനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ചെല്ലണം എനിക്ക് വിഷമമാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് അങ്ങനെ പറഞ്ഞ് ചെല്ലണത് വിഷമമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു വാട്സപ്പിൽ ഒരു വീഡിയോ അയക്കാം, നീ അത് കണ്ടിട്ട് നീ അച്ഛനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. വാട്സപ്പിൽ വീഡിയോ വന്നാൽ പിന്നെ ഇവർ തമ്മിൽ ബന്ധപ്പെടുന്ന സീനാണ് അതിൽ കാണിക്കുന്നത്. ഇവൾക്ക് മനസ്സിലായി ഇവൻ ലോക ചെറ്റയാണ്, ലോക നാറിയാണ്, ഇവൻ പെണ്ണുങ്ങൾ ഇതുപോലെ നടന്ന് ഇതുപോലെ ചെറ്റത്തരം ചെയ്ത് ഇവൻ പൈസ ഉണ്ടാക്കി ഇവൻ ഇതുപോലെ മാട്രിമോണിയിൽ കാണുന്ന പെണ്ണുങ്ങളോട് വിളിച്ച് കല്യാണം ആലോചിച്ച് ആ പെണ്ണുങ്ങളെ കാശും കൊണ്ട് തിന്ന് നടക്കുന്ന ഒരു നാറിയാണെന്ന് മനസ്സിലായി. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കാശും കൊണ്ട് ഞാൻ എന്തായാലും ഞാൻ ആശുപത്രിയിലേക്ക് വരാം, അവിടെ വെച്ച് എനിക്ക് ചേച്ചിനെ കാണണം, ഞാൻ അവിടെ വെച്ചിട്ട് കാശ് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിന്നോട് ആശുപത്രി വരും വേണ്ട, ഒന്നും വേണ്ട, നിൻ്റെ കാശും വേണ്ട എനിക്ക് എന്ന് പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പറഞ്ഞു നിന്നെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയാം, നമുക്ക് കാണാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും വഴക്കൂടി പിരിയണം. ഉള്ള കാര്യങ്ങൾ മുഴുവൻ അച്ഛനോട് പറഞ്ഞു. ഇവളുടെ ഭാവി നശിച്ചു എന്ന് ഇവൾക്ക് മനസ്സിലായി. പക്ഷെ എന്നിരുന്നാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് പല പെണ്ണുങ്ങളെയും ചതിക്കും വഞ്ചിക്കും, ഇതുപോലെ അതുണ്ടാവാൻ പാടില്ല. അവളുടെ ഭാവി നശിച്ചാലും അവളെക്കുറിച്ച് നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഈ വീഡിയോ അവൻ എവിടെ കാണിച്ചു കൊടുത്താലും എവിടെ ഇട്ടാലും കുഴപ്പമില്ല, ഇനി ഇങ്ങനെ ഒരു സംഭവം ഒരു സ്ത്രീകൾക്ക് നടക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇത്രയും ബുദ്ധിയുള്ള നിനക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയല്ലോ, പല കാര്യങ്ങളിലും നീ പോകുമ്പോൾ പല കാര്യങ്ങളും അവൻ്റെ കാണാൻ പോകുമ്പോഴും അവൻ്റെ കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, നിന്നെ എനിക്ക് വളരെ വിശ്വാസമായിരുന്നു, നീ അങ്ങനെയൊന്നും ചെന്ന് ചാടില്ല, നീ ഒരു സാധാരണ പെൺകുട്ടി അല്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ തെറ്റിച്ചു നീ. എന്നിരുന്നാലും നീ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇനി ഇതുപോലെ ഒരു സ്ത്രീകൾക്ക് സംഭവിക്കാൻ പാടില്ല, അവൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ട് അവനെ ജയിലിലാക്കണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു, അവ അഴിച്ചു കൊടുത്ത വീഡിയോയും കൊടുത്തു. അപ്പം തന്നെ അവനെ പൊക്കിയപ്പോൾ അവൻ പല സ്ത്രീകളെയും ഇതുപോലെ വഞ്ചിച്ച് അവൻ ചതിച്ചിട്ടുള്ള ആളാണ്. അപ്പം നമുക്കിത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാട്രിമോണിയിലോ മറ്റുള്ള കാര്യങ്ങളിലോ പല സുന്ദരന്മാരും വരും, പല വാഗ്ദാനങ്ങളും ചെയ്യും, പല നാടകങ്ങളും കളിക്കും, അതിലൊന്നും പെടാണ്ടിരിക്കുക. ഇവരൊക്കെ കുടുംബം അടക്കം ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്ന ആൾക്കാരായിരിക്കും. മാനം പോവും, കാശും പോവും, അവസാനം ഇതുപോലെ കേസും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.